ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് മഞ്ഞുകാലത്തുണ്ടാവുന്ന പനി, ചുമ, ജലദോഷം, കെട്ടി നിൽക്കുന്ന കഫങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മഞ്ഞുകാലത്തുണ്ടാകുന്ന ചുമ, തൊണ്ടവേദന, അതേപോലെ തന്നെ വരൾച്ച പിടിച്ച ചുമ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ചുമകളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മൂലയായിട്ടുള്ളൊരു ഐറ്റാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇപ്പം നല്ല സീസണല്ലേ, ഡിസംബർ ജനുവരി മാസത്തിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും ചുമയുടെ. അത് പല രീതിയിലുള്ള ചുമ ഉണ്ടാവും. നമ്മുടെ തൊണ്ട വരൾച്ച ചുമ ഉണ്ടാവും. അതേപോലെ നിർത്താതെ നമ്മൾ നല്ല പോലെ ചുമ വന്നിട്ട് രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ ചെറിയ കുട്ടികളായാലും വലിയവർക്കായാലും കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പെട്ടെന്ന് നിൽക്കുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഈ ഒരു ഐറ്റം. ചുമക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സംഭവം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മഞ്ഞുകാലത്ത് ഉണ്ടാകുന്ന ഈ ഒരു ചുമ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ചതുക്കിയെടുത്ത നമ്മുടെ ആ ഒരു ഇഞ്ചി ഞാനിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ആവശ്യത്തിലേറെ ഒരു പിടിയോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചെറിയ കഷ്ണം ചുക്ക്, നമ്മുടെ ഇഞ്ചി ഉണക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഉള്ളിലുണ്ടായിരിക്കുന്ന പനി, നീർക്കെട്ട് അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ചുക്ക്, കുരുമുളകും കുറച്ച് കൂടുതൽ വേണം. അപ്പം നമുക്കിതൊന്ന് ഇടിക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇടിക്കല്ലിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചതുക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് എരിവ് വേണം കേട്ടോ, എന്നെങ്കിലാണ് നമുക്ക് ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ നമുക്ക് കുരുമുളക് കുറച്ച് കൂടുതൽ എടുക്കാം. ഇതിന് നമ്മളിവിടെ പറയുക പനിക്കൂർക്കാന്ന് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒന്നോ രണ്ടോ ചെറിയൊരു കഷ്ണം തണ്ട് നമ്മൾ കൊടുന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിത് നല്ലൊരു ഔഷധമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ അത്യാവശ്യമാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. നമുക്കിതിൽ നിന്ന് രണ്ടില പൊട്ടിച്ചെടുക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ തുളസിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ആടലോടകത്തിൻ്റെ ഇല കയ്യിലുള്ളവർക്ക് അതും എടുക്കാം. ഞാനിവിടെ 2 തണ്ട് തുളസി എടുക്കുന്നുണ്ട്. തുളസി നമ്മൾ വാട്ടിയിട്ട് ചെറിയ പിള്ളേർക്ക് അതിൻ്റെ നീര് കൊടുത്തു കഴിഞ്ഞാലും നല്ല പോലെ കഫക്കെട്ട് മാറിക്കിട്ടും കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പനിക്കൂർക്ക. നമ്മളിവിടെ ഇതിന് പനിക്കൂർക്ക എന്ന് പറയാം കേട്ടോ. കണ്ടില്ലേ, ഒരു 6-7 എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു ഐറ്റം തന്നെയാണ്. ചെറിയ മക്കൾക്കൊക്കെ അത്യുത്തമമായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെറുതായി ഒന്ന് വാട്ടി പിഴിഞ്ഞ് അവർക്ക് ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫില്ലറിലൊക്കെ 1-2 ഡ്രോപ്പ് കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ അങ്ങ് കഫൊക്കെ ഇളകി നല്ല പോലെ അങ്ങ് ഫ്രീ ആയി വരും. ചെറിയ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാട്ടോ. അതേപോലെ തന്നെ ഞാനിതാ തുളസി. ഇനി നിങ്ങളുടെ കയ്യിൽ ആടലോടകത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും ഒരു 2 തണ്ട് എടുക്കാം കേട്ടോ. അതും നമുക്ക് ഉണക്കി പൊടിച്ച് നല്ല ജീരകം കൂടെ വറുത്ത് നമുക്ക് ഇടവിട്ടിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ആടലോടകത്തിൻ്റെ ഇല ഉണക്കി പൊടിച്ചിട്ട് അതിനോടൊപ്പം കുരുമുളകും നല്ല ജീരകവും കൂടെ വറുത്ത് പൊടിച്ച് ചേർത്തിട്ട് സമാസമ എടുത്ത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ചുമ നല്ല പോലെ അങ്ങ് മാറിക്കിട്ടും.
പിന്നെ ഞാനിതിലേക്ക് എടുക്കുന്നത് ഒരു 6-7 ചുവന്നുള്ളി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഒരു കല്ലിൽ തന്നെ ജസ്റ്റ് ഒന്ന് ചതക്കി അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ചുവന്നുള്ളി നല്ല ഔഷധമാണ്. നമ്മുടെ കഫക്കെട്ടിന് കൽക്കണ്ടം അതേപോലെ തന്നെ ചുവന്നുള്ളിയും കൂടെ നമുക്ക് ഇതേപോലെ ഇടിച്ചിട്ട് കഴിച്ചാലും അല്ലെങ്കിൽ ഒരുമിച്ച് വെറുതെ അങ്ങ് ചവച്ച് കഴിച്ചാലും നല്ലതാണ്. ഇതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പനക്കൽക്കണ്ട ഉണ്ടെങ്കിൽ അതെടുക്കുക, അതല്ലെങ്കിൽ കരിപ്പട്ടി ഉണ്ടെങ്കിൽ കരിപ്പട്ടി എടുക്കുക. അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൽക്കണ്ട എടുക്കാം. കൽക്കണ്ട എടുത്തിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കഴിക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു പിടിയോളം കൽക്കണ്ട എടുത്തിട്ടുണ്ട്. ചെറിയൊരു എരിവുണ്ടാവും. പിന്നെ നമ്മളിതിലേക്ക് ഇതിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചങ്ങ് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു വെള്ളം ചെറുതായി ഒന്ന് വറ്റി വരട്ടെ. ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് കളർ മാറി വരും, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല പോലെ അങ്ങ് വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഒന്ന് വറ്റി വരും. പിന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ 1 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. നമ്മൾ ഇതേപോലെ 1 കപ്പ് വെള്ളത്തിലാണ് റെഡിയാക്കി എടുത്തത്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇത്രപ്പോരം വെള്ളം നമ്മളിത് വറ്റിച്ചെടുത്തിട്ടാണ് ഇത്ര കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് 1-2 കവിള് മാത്രം കുടിച്ചാൽ മതിയാവും. അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. പിന്നെ നമ്മളിതാ ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിക്കാം. കണ്ടില്ലേ, എത്ര പനിയായാലും അതേപോലെ വരൾച്ച ചുമ ആയാലും അതേപോലെ നമ്മുടെ തൊണ്ടയിൽ നിൽക്കുന്ന കഫങ്ങളായാലും ഒക്കെ ഇളകി പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡിസംബർ മാസമായിട്ടുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് ഡിസംബർ ജനുവരി മാസം. പ്രത്യേകിച്ച് നമുക്ക് മഞ്ഞുകാലമാകുമ്പോൾ ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും മടിയില്ലാതെ നമുക്ക് മെഡിസിൻ ഒന്നും കഴിക്കാതെ തന്നെ ഈ ഒരു ഐറ്റം നമ്മുടെ അടുക്കളയിലുള്ള ഐറ്റങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. ഇതേപോലെ റെഡിയാക്കിയിട്ട് നമുക്കൊരു ഫ്ലാസ്കിലൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടവിട്ടിട്ടൊക്കെ നമുക്കിത് കുടിക്കാം കേട്ടോ. അതേപോലെ ക്ലാസ്സിനൊക്കെ പോകുന്ന പിള്ളേരൊക്കെ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു ചുമ അല്ലെങ്കിൽ ചെറിയൊരു പനി അങ്ങനെയുള്ളതിനൊക്കെ അടിപൊളിയായിട്ടാ. നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നല്ല പോലെ അങ്ങ് വിയർക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.